ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ സെയിം അതുപോലെ വരോടും അനിരുദ്ധൻ സാറും വന്നിട്ട് സംസാരിക്കുന്നുണ്ട്. ആ ഡിസൈൻ ഒരിക്കലും തന്നെ അലികയിൽ എത്താനായിട്ട് പാടില്ല, അത് ഇത്രയും പെട്ടെന്ന് തന്നെ മുടക്കണം എന്നാട്ടോ പറയുന്നത്. കാരണം നമ്മൾ മൂന്ന് പേരും ഇപ്പോൾ തുല്യ ദുഃഖിതരാണ്. അതുകൊണ്ട് തന്നെ കൺമണിയും കൃഷ്ണനെയും ഒതുക്കുക തന്നെ വേണം. വരുൺ എന്തായാലും കൺമണിയെ വിവാഹം കഴിക്കണം, ഞാൻ കൃഷ്ണനെയും വിവാഹം കഴിക്കും. അങ്ങനെ വേണം കാര്യങ്ങൾ ഇനി മുന്നോട്ട് പോകാനായിട്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ കൂടെ തന്നെ നിൽക്കണം. ആ ഡിസൈൻ എന്തായാലും അലികയിൽ എത്തുമ്പോഴത്തേനുമാണ് പ്രശ്നം. ആ ഡിസൈൻ എന്തായാലും ആ ഒരു കൂടുതൽ ചർച്ചാ വിഷയമാവുന്ന ഒരു കാര്യമാണ്. ആ ഡിസൈൻ എത്രയും പെട്ടെന്ന് മാറ്റണം എന്നൊക്കെയാണ് മാനസ പറയുന്നത് കേട്ടോ. അങ്ങനെ കൺമണിയെ ആ അലികയിൽ നിന്ന് പുറത്താക്കാൻ സാധിക്കണമെന്നും പറയുന്നു. അപ്പോഴത്തേനും എല്ലാവരും കൂടി മൂന്നാളും കൂടി പ്ലാൻ ചെയ്യണം. പിന്നെ അനിരുദ്ധൻ സാറിന് എന്തായാലും കൃഷ്ണനോട് കുറച്ച് ദേഷ്യമുണ്ട്. കാരണം അന്ന് ആ കല്യാണ സമയത്ത് തന്നെ തൻ്റെ മേലെ അതിക്രമം കാണിച്ചിട്ടുള്ള ഒരാളാണ് കൃഷ്. അതിൻ്റെ കൂടി വാശിയും ദേഷ്യവും കൂടി കൂടിയിരിക്കുകയാണ്. അപ്പോൾ അതെൻ്റെ പേഴ്സണൽ കാര്യം കൂടിയാണെന്നുള്ളത് അനിരുദ്ധനും കൂടി പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും മാനസ് പറയുന്നുണ്ട്, എന്തായാലും നമ്മൾ മൂന്ന് പേരും ഒറ്റക്കെട്ടാണ് കേട്ടോ ഇപ്പോൾ എന്ന് പറയുന്നു. പിന്നെയും കൃഷ്ണയും കൺമണിയും ആട്ടോ കാണിക്കുന്നത്. കൃഷ്ണൻ കൺമണിയും ആ ഒരു അമ്പലത്തിലേക്ക് പോകുന്നു. അവിടുത്തെ ദേവി വളരെ ശക്തിയുള്ള ദേവിയാണെന്ന് തന്നെയാണ് വാസുകി പറഞ്ഞത്. അതനുസരിച്ച് തന്നെയാണ് അവരൊന്ന് പോകുന്നത് കേട്ടോ. ആ സമയത്ത് തന്നെ കൺമണി പറയുന്നുണ്ട്, സാർ വരുന്നില്ലേ? ഞാൻ വരുന്നില്ല കൺമണി, നമ്മൾ രണ്ടുപേരും കൂടി പ്രാർത്ഥിച്ചാൽ ഈശ്വരന് ആരുടെ പ്രാർത്ഥനയാ കേൾക്കേണ്ടതെന്ന് അറിയില്ല. അതുകൊണ്ട് കൺമണി തന്നെ ആദ്യം പ്രാർത്ഥിച്ചോളൂ, എന്നിട്ടല്ലേ കൺമണി പറയുന്ന കാര്യം ആദ്യം നടക്കട്ടെ എന്നൊക്കെ കൺമണിയോട് കൃഷി പറയുന്നു കേട്ടോ. അങ്ങനെ കൺമണി ചെന്നിട്ട് ആ ദേവിയോട് പ്രാർത്ഥിക്കുക കേട്ടോ ചെയ്യുന്നത്. സാറിന് എത്രയും പെട്ടെന്ന് ഫാക്ടറി തുറക്കാൻ സാധിക്കട്ടെ, മാത്രമല്ല ഞങ്ങളുടെ വിവാഹം അതെല്ലാവരും അംഗീകരിക്കുന്ന ഒരു ദിവസം വരണം. അതുപോലെ സാഗർ സാറും ക്രിസ് സാറും തമ്മിലുള്ള വഴക്കും പ്രശ്നങ്ങളും എല്ലാം മാറണം. മാത്രമല്ല ഇനി ഞങ്ങൾക്ക് ഒരുപാട് കാലം സന്തോഷത്തോടുകൂടി ജീവിക്കാനും സാധിക്കണമെന്നും പറയാട്ടോ. അങ്ങനെ തൻ്റെ കഴുത്തിലെ ആ താലി മുട്ടിച്ച് അതെല്ലാം തന്നെ പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം തന്നെ കൺമണിയെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ കൃഷി സന്തോഷത്തോടു കൂടി തന്നെ. അങ്ങനെ ആ താലിമാല ആ ഒരു വിഗ്രഹത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് മനസ്സുരുക്കി പ്രാർത്ഥിക്കുന്നു കേട്ടോ. അതിനുശേഷം തന്നെ കൃഷി അങ്ങോട്ട് വരുന്നിട്ടുണ്ട്. കൺമണി എന്ന് വിളിക്കുന്നു. എന്താ സാർ എന്ന് ചോദിക്കുമ്പോഴത്തേനും, നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഞാനിവിടെ നിന്ന് കേട്ടു കൺമണി. എനിക്ക് ഒത്തിരി തന്നെ ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളങ്കമില്ലാത്ത സ്നേഹമാണ് നിനക്ക്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമാണ് ഇതൊക്കെ, അല്ലാതെ നീ എപ്പോഴും വെച്ച് കെട്ടിയൊന്നും കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നിന്നോട് എത്രമേലും എനിക്കിഷ്ടം. എന്തായാലും നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കട്ടെ. അപ്പം കൺമണിയുടെ താലി പിടിച്ച് കൃഷ്ണൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരുപാട് കാലം ഞങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാനും സന്തോഷത്തോടു കൂടി ജീവിക്കാനും അനുഗ്രഹം ഉണ്ടാവണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെന്നും പറയുന്നു. അങ്ങനെ കൺമണിയും കൃഷ്ണൻ കൂടി ആ ദേവിയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് തിരിച്ചു പോരുന്നു. പിന്നെ ഭാഗ്യശ്രീ ആണെങ്കിലോ ജയിലിൽ നിന്ന് ബലരാമനെ കണ്ടതിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്താണ് ബാലുവും ആ ക്രിമിനൽ ലോയറും സുമിത്രയും അവളെ കാണാനായിട്ട് വരുന്നു. നീ എവിടെ പോയതാണെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ എവിടെ പോയാലും അമ്മയ്ക്ക് ഇപ്പം എന്താ, അതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിക്കുകയാണ്. എനിക്ക് നീ എവിടേക്കാണ് പോയതെന്ന് അറിയണ്ടേ എന്ന് ചോദിക്കുന്നു. എൻ്റെ കാര്യത്തിൽ ഇനി നിങ്ങൾ ആരും ഇടപെടാൻ നിൽക്കണ്ട എന്ന് പറയുന്നു. നിങ്ങൾ കാണിച്ച ഈ ക്രൂരത അതെല്ലാം ഞാൻ അവസാനിപ്പിക്കും, എന്നെ പോകാൻ വിടുമെന്ന് പറയുന്നു. നിന്നെ ഞങ്ങൾ ഒരിക്കലും വിടില്ല, നിന്നെ ഞങ്ങൾ ഒരു സ്ഥലത്ത് പൂട്ടിയിടാനായിട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് അവളെ പിടിച്ച് കയറിൽ കയറ്റിയിട്ട് അങ്ങനെ പോവാട്ടോ. പിന്നീടും ധനലക്ഷ്മിയായിട്ടോ കാണിക്കുന്നത്. ധനലക്ഷ്മിയാണെങ്കിലോ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നിരിക്കാട്ടോ. അമ്മായിമാരാണെങ്കിൽ അവൾക്കൊരു ഗംഭീര സ്വീകരണം അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ധനലക്ഷ്മി പറയുന്നുണ്ട്, ആ സൈക്കോ ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അവൻ പുറത്ത് പോയിരിക്കില്ലേ, അവൻ ഇങ്ങോട്ട് വരട്ടെ, അവൻ ഇവിടെ നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇത് നമ്മുടെ കൺമണിയുടെ വീടല്ലേ, അവൻ എന്തിനാ ഈ അധികാരത്തോടു കൂടി നിൽക്കുന്നത്, അവൻ്റെ സ്വർണ്ണം വേണം എന്തിനെ പറ്റുക എന്ന് പറയുന്നു കേട്ടോ. നീ കാരണമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ധനലക്ഷ്മി, അതുകൊണ്ടാണ് അവനിവിടെ സ്ഥിരതാമസമായതും. എന്തായാലും നിനക്കൊരു ട്രീറ്റ് ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിക്കുന്നു കേട്ടോ. അതല്ല, അതൊക്കെ നീ കണ്ടോ, സുലോചനെ വാതിലടയ്ക്കെന്ന് പറയുന്നു. അങ്ങനെ സുലോചന പോയി വാതിലടയ്ക്കുമ്പോഴത്തേന് കൺമണി ധനലക്ഷ്മിക്ക് നല്ല അടി കൊടുക്കുക കേട്ടോ. അമ്മായിമാർ ചെന്നിട്ട്, എന്തിനാ നിങ്ങൾ എന്നെ തല്ലുന്നത്, പിന്നെ നിന്നെ എന്താണ് ചെയ്യേണ്ടത്, കാരണം നീ കാരണമല്ലേ ഇത്രയും പ്രശ്നങ്ങളുണ്ടായിരുന്നത്. ആദ്യം നിന്നെ ആ കൺമടിയെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ. നീ കാരണമാണ് ആ വരുൺ ഇവിടെ കിടന്ന് നിരങ്ങേണ്ട അവസ്ഥ വരെ വന്നത്. പാവം കൺമണി ഇനി ഉപദ്രവിച്ചാലുണ്ടല്ലോ നിന്നെ ഞാൻ ശരിയാക്കുമെന്ന് പറയുന്നു. അങ്ങനെ ധനലക്ഷ്മി വീണ്ടും കരച്ചിൽ നാടകം തുടരുക കേട്ടോ. അങ്ങനെ പറയുന്നുണ്ട്, എന്താ അമ്മായിമാരെ, നിങ്ങളല്ലേ മനോജ് ചേട്ടൻ എന്നെ കല്യാണം കഴിച്ച് വന്ന സമയത്ത് വിളക്കൊഴിഞ്ഞ് എന്നെ സ്വീകരിച്ചത്, എന്നിട്ട് നിങ്ങൾ എന്നെ തല്ലുവാണോ, പിന്നീട് നിന്നെ എന്താ ചെയ്യേണ്ടത്, നിന്നെ കൊല്ലുക വേണ്ടത്, നീ കാരണമാണ് ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നത്. ഇനി മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇതിനകത്ത് ജീവിക്കാൻ സാധിക്കുമെങ്കിൽ നീ നിന്നാൽ മതി, അല്ലെങ്കിൽ ഇപ്പം ഇറങ്ങിപ്പോയ പോലെ നിനക്ക് പോവാം. സ്വർണ്ണം പണം എത്രയും പെട്ടെന്ന് വരുണിന് തിരിച്ചു കൊടുത്തിട്ട് അവൻ ഇവിടുന്ന് പറഞ്ഞയക്കാൻ നോക്കുമെന്ന് പറയുന്നു കേട്ടോ.
വീണ്ടും കൺമണിയും കൃഷ്ണനെയും കാണിക്കുന്നു. അങ്ങനെ അമ്പലത്തിൽ പോയതിന് ശേഷം തന്നെ വളരെ സന്തോഷത്തോടു കൂടി അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് തന്നെ അവർ നടക്കുന്ന ആ സമയത്ത് തന്നെ പറയുന്നുണ്ട്, നമ്മൾ എന്തായാലും ഭാഗ്യം ചെയ്തവരാണ്. ഈ നല്ലൊരു സ്ഥലത്ത് നമ്മൾ പ്രണയിനികളെ പോലെ നടക്കാൻ നമുക്ക് സാധിച്ചല്ലോ കൺമണി. അതുതന്നെ വലിയ കാര്യമല്ലേ. അതുതന്നെ സാർ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇവിടെ നമുക്കൊരു വീട് വെക്കണം, അതിനുശേഷം നമുക്കിവിടെ സുഖമായിട്ട് ജീവിക്കണം. ചെറിയ വീടല്ല കൺമണി, ഒരു കൊട്ടാരം പണിയണം. അതിലെ റാണിയായിട്ട് കൺമണിയെ ഞാൻ വാഴ്ത്തും, രാജാവായിട്ട് ഞാനും ഉണ്ടാവും. നമുക്ക് പിന്നെ ഒരു 100 കുഞ്ഞുങ്ങളൊക്കെ വേണമെന്ന് പറയുന്നു. എന്താ സാർ പറഞ്ഞ് 100 എന്നൊരു 500 ആക്കാം എന്ന് പറയുന്നു കേട്ടോ. അവരുടെ തമാശ നിറഞ്ഞ നിമിഷങ്ങളാട്ടോ പിന്നെ കാണിക്കുന്ന. ആ സമയത്ത് തന്നെ വാസുകി അവിടേക്ക് വരുന്നത്. എന്താ വാസുകി എന്ന് ചോദിക്കുമ്പോൾ, സാർ ഒരു കാര്യം പറയട്ടെ, ഫാക്ടറി നാളെ തന്നെ തുറക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾ തൊഴിലാളികളുടെ ആഗ്രഹം പോലെയാണ്, ഇന്ന് തുറക്കണമെങ്കിൽ ഇന്ന് ഞങ്ങൾ റെഡിയാണെന്ന് പറയുന്നു. സാറും അതുപോലെ കൺമണിയും ഞങ്ങളുടെ ദൈവങ്ങളാണ്. കാരണം ഒരു രാജാവ് രാജ്ഞിയും പോലെയാണ് ഞങ്ങൾക്ക്. പിന്നെ ഞങ്ങൾക്കിവിടെ ഒരു ആചാരങ്ങളൊക്കെ ഉണ്ട്, ഫാക്ടറി തുറക്കുമ്പോൾ ഒരു നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്കത് ചെയ്തു തീർക്കണം എന്നുണ്ട്. അതിന് നിങ്ങൾ രണ്ടുപേരും സഹകരിക്കണം കേട്ടോ എന്ന് പറയുന്നു. അതെന്ത് ആചാരമാണ്, അതൊക്കെ കണ്ട് തന്നെ അറിയാം, ഞങ്ങൾ സഹകരിക്കില്ലേ എന്ന് പറയുകയാണ്. നിങ്ങൾ കാരണമാണല്ലോ ഞങ്ങൾക്ക് അന്നം കിട്ടാനായിട്ട് പോകുന്നത്. നിങ്ങൾ എനിക്ക് രാജാവും രാജ്ഞിയല്ല, ഞങ്ങൾക്ക് ദൈവങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങളും കൂടി ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ടല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, കേൾക്കുന്നുണ്ടോ, നിങ്ങളെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് പറയുന്നു. തീർച്ചയായും എന്ന് പറയാം കേട്ടോ. ഇത് കേൾക്കുന്ന കൺമണിയും കൃഷ്ണനും ഒരുപാട് സന്തോഷമായി. അവർ പറഞ്ഞില്ലേ രാജാവും രാജ്ഞിയാണ് നമ്മളെന്ന്. ഇതിൽ കൂടുതൽ ഇനി എന്താണ് കൺമണി വേണ്ടത്, നമ്മൾ ആഗ്രഹിച്ചു ഇത് തന്നെയല്ലേ. അതെന്തായാലും നമ്മൾ അവരുടെ മനസ്സിലായി കഴിഞ്ഞു. ഇനിയൊരു 100 കുഞ്ഞുങ്ങളല്ലേ, 500 കുഞ്ഞുങ്ങളോ എന്നൊക്കെ നീ പറഞ്ഞില്ലേ, തീർച്ചയായും നടക്കട്ടെ എന്ന് പറയാം കേട്ടോ. പിന്നെ ഈ കൺമണി അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് ഭാവിയിലെ കാര്യങ്ങളെല്ലാം തന്നെ കൺമണിയും കൃഷ്ണനും കൂടെയും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ചെയ്യുന്നത്. സന്തോഷത്തോടു കൂടി തന്നെ അങ്ങനെ കേണൽ സാറിൻ്റെ വീട്ടിലേക്ക് തിരിച്ച് മടങ്ങി വരാനായിട്ട് കൺമണിയും കൃഷ്ണനും കൂടി നടന്നുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് തന്നെയാണ് മഹിപാൽ അങ്ങോട്ട് വരുന്നത് കേട്ടോ. മഹിപാലാണെങ്കിലോ ഈ ഒരു ഡിസൈൻ വാങ്ങാനായിട്ട് കേണൽ സാറിൻ്റെ വീട്ടിനകത്തേക്ക് വരുന്നു. അപ്പോഴത്തേനും കാർ ഇറങ്ങിയതിന് ശേഷം തന്നെ മഹി പറയുന്നുണ്ട്, ഓ അടിപൊളി സ്ഥലമാണ്, ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ റൊമാൻറ്റിക് ഇല്ലാത്ത ആൾക്കാർക്കും അത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെയാണ് ഇവരുടെ കാര്യം, എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് ദൈവത്തിന് തന്നെ അറിയുള്ളൂ എന്ന് പറയുന്നു. ആ സമയത്ത് തന്നെ കേണൽ അങ്ങോട്ട് വരുന്നത്, നീ ആരാടാന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ആരാണെങ്കിൽ നിങ്ങൾക്ക് എന്താ. കാരണം കേണൽ സാറിനെ മഹിക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ തന്നെ നിനക്ക് എന്താ വേണ്ടത് ചോദിച്ചാൽ, ഞാനിവിടെ വന്നിട്ടുള്ളൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്, നിങ്ങളിത് ചോദിക്കാനൊന്നും ആരുമല്ല. അങ്ങനെ കൃഷ്ണനെയും കൺമണിയും വിളിക്കുക, എത്രയും പെട്ടെന്ന് എനിക്ക് അവരോട് സംസാരിക്കാമെന്ന് പറയുന്നു. നീ എന്താ അധികാരത്തോടു കൂടി സംസാരിക്കാനോ എന്നോട്, നീ ഞാൻ പിടിച്ച് ശരിയാക്കും, നീ ഒരു കള്ളനാണെന്ന് പറഞ്ഞ് കേണൽ അവനെ പിടിച്ച കെട്ടുന്നു. അങ്ങനെ തന്നെ ഷീലേച്ചിനെ വിളിക്കുന്നു കേട്ടോ. ഷീല ഇങ്ങോട്ട് വായോ, ആ കയറെടുത്തിട്ട് വാ, ഇവൻ്റെ കൈ മുറുക്കി കെട്ടണം, ഇവനൊരു കള്ളനാണെന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ ഷീല പോയിട്ട് ആ കയറൊക്കെ എടുത്തിട്ട് വരുന്ന സമയത്താണ് കൺമണിയും കൃഷ്ണ അവിടെ ഓടി വരുന്നു. അയ്യോ മഹിയല്ലേ അത് എന്ന് പറഞ്ഞിട്ട്, മഹിനെ വിട് എന്ന് പറഞ്ഞ്, കേണൽ സാർ ഇത് മഹിയാണ്, ഞങ്ങളുടെ കമ്പനിയിലെ ഒരു സ്റ്റാഫാണ്, അതിലുപരി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും കൂടിയാണ്, എൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നൊക്കെ പറയില്ല, അത്രമേലെ ഇഷ്ടമാണ് എനിക്കിവനെ എന്ന് പറഞ്ഞു. ഇവനൊരു കള്ളനാണെന്നാണ് തോന്നുന്നത്, ഇവൻ്റെ അധിക പ്രസംഗം അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ആൾ കുറച്ച് സംസാരിക്കും ചെയ്യും, പക്ഷേ തല്ലുകൊള്ളേണ്ട കേസ് തന്നെ ഇടയ്ക്കിടയ്ക്ക് വായിൽ നിന്ന് വരുള്ളൂ എന്ന് പറയുന്നു. അപ്പോഴത്തേനും നീ എന്തിനാടാ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, ഇവൻ വന്നിട്ടുള്ളത് ആ ഡിസൈൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കൺമണിയുടെ, അതിനു വേണ്ടി മാത്രമാണ് വന്നിരിക്കുന്നത് എന്ന് പറയുന്നു കേട്ടോ. അപ്പോഴത്തേനും ഇവനാണോ ഡിസൈൻ കൊണ്ടുപോകുന്നത്, അതിൻ്റെ ആവശ്യം എന്താ, ഇവന് അത് ആ ഡിസൈൻ നല്ല ഡിസൈൻ ഇവൻ്റെ കയ്യിൽ എങ്ങനെ കൊടുത്തു വിടും എന്ന രീതിയിലൊക്കെ കേണൽ പറയുന്നുണ്ട്. എന്തായാലും ആ ഡിസൈൻ എന്ത് മഹി എന്നെ കൊണ്ടുപോകും, അല്ലെങ്കിൽ ഒരു പക്ഷേ മഹീൻ്റെ അടുത്ത് കൊടുത്തു വിടില്ലെങ്കിൽ കേണൽ സാറിനെ ചിലപ്പോൾ അവിടെ എത്തിക്കാൻ സാധ്യതയുണ്ട്. കാരണം മഹി ഫോളോ ചെയ്തിട്ടാണ് മാനസിയും അതുപോലെ വരുണും അനിരുദ്ധൻ സാറൊക്കെ വരുന്നത് ആ ഡിസൈൻ മോഷ്ടിക്കാൻ. അപ്പോൾ മഹിയുടെ കയ്യിലല്ലെങ്കിൽ ചിലപ്പോൾ ആ ഡിസൈൻ മഹിയുടെ കയ്യിലാണെങ്കിൽ ആ ഡിസൈൻ ഒരിക്കലും തന്നെ കമ്പനിയിൽ എത്തില്ല. അതുകൊണ്ട് തന്നെ വേറെ ആരുടെയും കയ്യിലായിരിക്കും ചിലപ്പോൾ അത് എത്തിക്കുക. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞ് പ്രൊമോയിട്ട് കാണാം കേട്ടോ.